എല്ലാവർക്കും മമ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? സ്കൂളൊക്കെ തുറന്നു, എല്ലാവരും ഉണർവായി, കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങി. അപ്പം ഞങ്ങൾക്ക് തോന്നി സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ പിള്ളേർക്ക് കഴിക്കാൻ ഒരു വെറൈറ്റി ഐറ്റംസ് അല്ലേ സാധാരണ നമ്മളെ വീടുകളിൽ ചെയ്യാറ്. അപ്പം ഞാനിന്ന് മകളോട് പറഞ്ഞു നമുക്കൊരു വെറൈറ്റി പുട്ട് തന്നെ അങ്ങ് ചെയ്ത് കളയാമെന്ന്. അതായത് ചോറ് വയ്ക്കുന്ന അരി കൊണ്ട് നമ്മൾ പാലക്കാടൻ മട്ട റൈസാണ് ഞങ്ങൾ യൂസ് ചെയ്യണം കേട്ടോ. അത് ഏത് അരി ആയാലും കുഴപ്പമില്ല, പുഴുക്കലരി വേണമെന്ന് മാത്രം. ആ അരി കുതിർത്തി വെള്ളം വാർന്നിട്ട് പൊടിച്ചെടുത്ത് നമുക്ക് ഞൊടിയിടയിൽ തയ്യാറാക്കാവുന്ന ഒരു പുട്ടിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ, ഞങ്ങളിപ്പോൾ കടലക്കറിയാണ് യൂസ് ചെയ്യണമെന്ന് മാത്രം. പുട്ടിൻ്റെ ഒപ്പം പയറോ പഴമോ ഈവൻ ബട്ടറും ഷുഗറും ആണെങ്കിലും ചേർത്ത് കഴിക്കാം. അത്രയ്ക്ക് സോഫ്റ്റാണ് ആ പുട്ട്. ചോറ് വെക്കണ അരി ആയിരിക്കണമെന്ന് മാത്രം കേട്ടോ. അത് ഏതാ നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അരി പച്ചരി കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല, വറക്കാതെ പുഴുക്കലരി തന്നെ വേണം. അപ്പം അതങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തേച്ച് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ പൊടി ഇരിപ്പില്ലെങ്കിൽ ഒട്ടും വിഷമിക്കണ്ട. ഇങ്ങനെ ഏതായാലും നമുക്ക് ചോറ് വയ്ക്കുന്ന അരി വീട്ടിലുണ്ടാവില്ല. അപ്പോൾ വൈകുന്നേരം പിള്ളേർ വരുമ്പോൾ പിള്ളേർ ചോദിക്കുന്നത് എന്താ ഈ പുട്ടിനൊരു പ്രത്യേകതയെന്ന്. അപ്പം ഞങ്ങൾ ഇന്ന് അതാണ് തയ്യാറാക്കണം. അപ്പം അതിൻ്റെ റെസിപ്പി കാണാനായിട്ട് നമുക്ക് അടുക്കളയിലേക്ക് പോയി ആദ്യം പൊടിച്ച് തുടങ്ങാം. അരി വെള്ളത്തിലിട്ടേക്കും, അത് പൊടിച്ച് തുടങ്ങിക്കളയാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊട്ടും മടി വിചാരിക്കരുത് കേട്ടോ. അപ്പം നമുക്ക് പരിപാടി തുടങ്ങാം. നമ്മൾ വ്യത്യസ്തമായ ഒരു പുട്ടാണ് തയ്യാറാക്കണം. അതിനായിട്ട് പുട്ടും കടലയും. അതിനായിട്ട് നമ്മൾ ഈ പുഴുക്കലരി, അതായത് ചോറ് വെക്കണ അരി, ചോറുണ്ണാനായിട്ട് വെക്കണം. നമ്മൾ ഉപയോഗിക്കുന്നത് പാലക്കാടൻ മട്ട റൈസ്. ആ അരി 1 ഗ്ലാസ് വടിച്ച് കാണാമോ? വടിച്ച് ഈ ചെരുവത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ഇടുവാണ്. അതെന്തിനാന്ന് വെച്ചാൽ ഇത് വെള്ളത്തിൽ കിടന്ന് കുതിരണം. ഇങ്ങനെ വെക്കാട്ടോ, ഞാൻ മിക്സ് ആക്കിയത്. അല്ല, ഇത് ചുമ്മാ വെള്ളത്തിലേക്ക് ഇട്ടേക്കണം. ഇനി ഇത് ചെയ്യണ എന്നാന്ന് വെച്ചാൽ ഒരു 7 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കിടന്ന് കുതിരണം. മിനിമം എന്നാലേ പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് കുതിർന്ന് കഴിയുമ്പോൾ ഇത് ഒരു 3-4 ട്രിപ്പ് കഴുകി വാരി വെള്ളം വാലാൻ വെക്കണം. വെള്ളം മാറുന്നതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുക്കണം. തരിങ്ങോടുകൂടി പൊടിക്കാൻ. പുട്ടിനായതുകൊണ്ട് നൈസ് ആവണ്ട, പുട്ടിന് തരിങ്ങല്ലേ ഉള്ളത്. അപ്പം അങ്ങനെ പൊടിച്ചിട്ട് തേങ്ങയും ചേർത്തുള്ള പുട്ടായിരുന്നു തയ്യാറാക്കാം. അപ്പം നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചതാട്ടോ. നോക്കാം എങ്ങനെയാന്ന് വൈകിട്ട് നമുക്ക് ഉണ്ടാക്കി കളയാം അല്ലേ? ടേസ്റ്റ് ചെയ്ത് കളയാം. നമ്മൾ അരി വെള്ളത്തിലിട്ടില്ലേ കാലത്തെ, കുതിർന്ന് ഞാനൊരു 4 ട്രിപ്പ് കഴുകി വാരി. നല്ല വെളുത്ത കളറായി. പാലക്കാടൻ മട്ട റൈസ് ഇപ്പോൾ വൈറ്റായി, ചോറ് പോലെ. അത് ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയാമോ? വെള്ളം വാലാനായിട്ടൊരു സ്ട്രെയിനറിലേക്ക് നമുക്ക് എടുത്ത് മാറ്റാം. വെള്ളത്തോടു കൂടി മറിച്ച് അടിയിൽ കുറച്ച് വെള്ളം ഇരിക്കും. നമ്മൾ സ്ട്രെയിനറിൽ വെള്ളം മുഴുവൻ ഇങ്ങനെ വറ്റി വെള്ളാംശം ഒട്ടും ഇല്ലാതെ ആയിട്ട് വേണം പൊടിച്ചെടുക്കാൻ. പൊടിച്ചേച്ച് നമ്മൾ ചുടണത്. പൊടിച്ചേച്ച് പിന്നെ തേങ്ങ ചേർത്ത് സാധാരണ പോലെ. അപ്പം വെള്ളം വാലട്ടെ കേട്ടോ. അവിടെ ഇരിക്കട്ടെ. കുറച്ച് താമസമുണ്ട്. വെള്ളം അടിയിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് വെള്ളം വീണോളും. ഇനി വെള്ളം മാറുന്ന കഴിയട്ടെ. ഇങ്ങനെ നമ്മളിതേ സ്ട്രെയിനറിൽ വെച്ച് വെള്ളം ഊറ്റിയെടുത്തത് അരി. വെള്ളം അങ്ങനെ വെച്ചേക്കണോ? ഒരു 10-15 മിനിറ്റ് ഇരിക്കണം. ചെറിയ നനവുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, പുട്ടിനുള്ളതല്ലേ. നമുക്ക് പൊടിക്കാട്ടോ. ഞാനിതിലേക്ക് മിക്സിയുടെ ബൗളിലേക്ക് മാറ്റുക. നന്നായിട്ട് നൈസായി പൊടിയണോ? നൈസായിട്ട് വേണ്ട, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, പുട്ടാകുമ്പോൾ തരിങ്ങ് വേണം. തരിങ്ങ് പൊടിയായിട്ടാണ് പൊടിക്കേണ്ടത്, അല്ലാണ്ട് നൈസായിട്ടല്ല. അപ്പത്തിനാണ് നൈസ്, പുട്ടിന് കുറച്ച് തരിങ്ങ് വേണം. അപ്പം നമുക്ക് പൊടിച്ചെടുത്ത് കളയാം. പൊടിച്ചു കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നുമില്ല. തേങ്ങ ചേർത്ത് മിക്സ് ചെയ്ത് ഉപ്പും ചേർത്ത് ചുട്ടെടുക്കാം. പൊടിക്കാം. തട്ടല്ലേ, ക്യാമറ തട്ടല്ലേ. അത്രേ ഉള്ളൂ. 1 ഗ്ലാസ്സല്ലേ എടുത്തോളൂ. അരി നമ്മൾ പൊടിച്ചെടുത്തോ. പൊടിച്ചൊന്ന് തുറക്കാട്ടോ. പാകമായിട്ടുണ്ട്. ഞാൻ അത്രയും ഉള്ളത് കൊണ്ട് ഒറ്റയടിക്ക് അങ്ങ് ഇട്ട. കൂടുതലുണ്ടെങ്കിൽ 2 ട്രിപ്പായിട്ട് ചെയ്യണം. അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പോൾ പൊടിച്ചപ്പോൾ 1 ബൗളിലോളം 3/4 ആയില്ലേ. പാത്രം ഇട്ടത്. അരി പൊടിക്കുമ്പോൾ ഇതുണ്ടാവൂലോ. അപ്പം ഇനി ഇത് നനയ്ക്കാനുള്ള ഡിഷിലേക്ക് മാറ്റട്ടെ. നമുക്ക് 3 പേർക്ക് പുട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണം അല്ലേ? കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നണം. എടുക്കട്ടെ. ഇതാണ് കൈ കൊണ്ട് ആദ്യം ഒന്ന് കാണിക്കാം. എൻ്റെ ഇത് നന്നായിരിക്കുന്നത്. ഈ ഒരു പാകത്തിന് വേണം പൊടിച്ചെടുക്കാൻ.
തരിഞ്ഞ് കാണാമോ? ഈ ചുമപ്പ് നിറം എന്താണെന്നറിയാമോ? ഈ പുഴുക്കലരി അല്ലേ, അതുകൊണ്ടാണ്. കഴുകി വാരിപ്പോൾ കളറ് മാറി, എന്നാലും ഇതിന് ഭയങ്കര ടേസ്റ്റാ ഈ പുട്ടിന്. നമ്മൾ ഒറ്റയ്ക്ക് ഒരു പ്രാവശ്യം നേരത്തെ ഇത് ചെയ്തിട്ടുള്ളൂ. ഇതിനെങ്ങനെയാണെന്നറിയാവോ? സാധാരണ ഇതിന്റെ കൂടെ തേങ്ങ തിരുമൂല പുട്ടിന്. നമ്മളെ ഈ അടിയിലും മുകളിലും കണയിൽ ഇട്ട് കൊടുക്കുകയുള്ളൂ തേങ്ങ തിരുമൂല. ഇതിന് ഉപ്പുനീര് മാത്രം തളിച്ച് വെച്ച് ചുടുക. നമുക്ക് കാണിച്ചു കൊടുക്കാൻ അങ്ങനെയായത്. തേങ്ങ അരി നല്ലതായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പുഴുക്കലരി അല്ലേ, അതുകൊണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കാതാണ്. നോക്കട്ടെ കേട്ടോ. നമ്മള് പൊടിച്ച പൊടിയില്ലേ, അരി പൊടിച്ചതാ. ആ പൊടിച്ച പൊടിയിലേക്ക് പാകത്തിന് മാത്രം ഉപ്പിട്ട് പോയി, ഞാൻ കാണിക്കാൻ വിട്ടുപോയി കേട്ടോ. ഉപ്പിട്ട് നമ്മളങ്ങ് മിക്സാക്കി. അതിന് ഇതേ പൊടിക്ക് പുട്ട് നനയ്ക്കണ പോലെയുള്ള ആവശ്യത്തിന് നനവുണ്ട്. കാരണം എന്നാന്ന് വെച്ചാൽ നമ്മള് കുതിർത്തിയേച്ച് അരി പൊടിച്ചെടുത്തേച്ച് വറക്കണില്ലല്ലോ. അപ്പൊ ഈ കുതിർത്തിയ അരി ആയതുകൊണ്ട് അതേ ആവശ്യത്തിന് പുട്ടുപൊടിയുടെ കുറെ നനവുണ്ട്. അപ്പൊ വേറെ നനവ് പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിന് നനവുള്ളത് കൊണ്ടാട്ടോ, വറക്കാത്ത പൊടിയായതുകൊണ്ട്. അപ്പൊ ഇനി നമ്മൾ എന്നാ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് തേങ്ങ ചേർത്ത് മിക്സിംഗ് ഇല്ല. പകരം പുട്ടുകുറ്റിയുടെ അടിയിലും മുകളിലും തേങ്ങ സ്വല്പം ഇട്ട് കൊടുക്കണം. പൊടി ചുമ്മാ ഡയറക്റ്റ് ചേർക്കും. ഈ അരി പൊടിച്ച് ഉണ്ടാക്കണേന് അങ്ങനെയാണ് ചെയ്യണത്. അതിന് ചിരട്ടപ്പുട്ടാട്ടോ തയ്യാറാക്കണത്. അതിന് സ്വല്പം തേങ്ങ അടിയിലിട്ട് കണ്ട തേങ്ങ. ഇനി ഇതിലേക്ക് നനഞ്ഞ പൊടി വാരി വെക്കുക. സാധാരണ പോലെ തന്നെ അതൊക്കെ നോക്കാനുണ്ടേ, നിറയെ വെക്കുക. കുത്തി അമക്കരുത് കേട്ടോ, അന്നേരം ആവി വരാൻ താമസം. ഇത് മതി. എന്നിട്ട് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ മീതയിലേക്കും കുറച്ച് സ്പ്രെഡ് ചെയ്തിടും. തേങ്ങ ഒരു ടേസ്റ്റിന് വേണ്ടിയാ കേട്ടോ, വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ഇടണം. എന്നിട്ട് നമുക്ക് പ്രഷർ കുക്കറിൽ വെള്ളം ആവി വന്നിട്ടുണ്ട്, അതിലേക്ക് വെക്കാം. പോകാം. ഇനി നമ്മളിതേ പ്രഷർ കുക്കറിലെ അകത്ത് വെള്ളം ഒഴിച്ചു. അത് നമ്മൾ സാധാരണ പുട്ട് ചുടും പോലെ. എന്നിട്ട് അടപ്പ് കൊണ്ട് അടച്ചു. ചൂടായതിനു ശേഷം, ചൂടല്ല, ആവി വന്നു. ആവി വന്നെ കണ്ടോ? ആവി വന്നു കഴിയുമ്പോ ചെട്ടപ്പുട്ടിന്റെ പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ചു. ലോക്കുണ്ടോ? അതെ, ഹോളിലേക്ക്, ചുമ്മാ ഹോളിലേക്ക് ഇറക്കി വെച്ചു. ഇനി എന്നാ ചെയ്യണ്ടേന്ന് വെച്ചാൽ ഇതിന്റെ അടപ്പ് കൊണ്ട് അടയ്ക്കണം. ഫുൾ ഫ്ലെയിമില് വേണം. ഒരു ആവി വന്നു കഴിഞ്ഞാൽ ഇതിലൂടെ ആവി വരും. ഈ ഹോളിലൂടെ, ഇതിന്റെ അടപ്പിന്റെ ഹോളിലൂടെ ആവി വന്നു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ആവി വന്നിരിക്കണം കേട്ടോ. വേവായെങ്കിലും ഒരു മിനിറ്റ് അതിലിരിക്കുന്നതാണ് നല്ലത്. അതാണ് ടേസ്റ്റ്. ഇത്തിരി ബട്ടർ വേണമെങ്കിൽ ഇട്ടോ. വേണ്ട, ഇതിൽ ബട്ടർ ഇടണില്ല. ഇത് ഒരു ഡിഫറെന്റ് വെറൈറ്റി പുട്ടല്ലേ. അപ്പൊ ഇതിൽ ബട്ടർ ചേർക്കണ്ട. ഇത് നമുക്ക് ഈ പാലക്കാടൻ മട്ട റൈസിന്റെ അതേ ടേസ്റ്റോട് കൂടി കഴിച്ചു കളയാം. വേറെ തേങ്ങ മാത്രമേ ഉള്ളൂ, തേങ്ങ നനയ്ക്കാനും ചേർത്തിട്ടില്ല. കാണിച്ചല്ലോ നമ്മള്, അടിയിലും മുകളിലും മാത്രം തേങ്ങ. അപ്പൊ ഇത് വന്നു കഴിയുമ്പോ നമുക്ക് വേറെ അടുത്തത് വെക്കാം. ആവി വന്നത് കണ്ടോ? ഇതിലൂടെ ഇനി എടുക്കുക കേട്ടോ. എത്ര മിനിറ്റ് കഴിഞ്ഞു? സ്വല്പം സമയം നോക്കിയില്ലേ, സ്വല്പം ആവി വന്നിരുന്നാ മതി, ഒരു പൊടിക്ക് അത്രേ ഉള്ളൂ. ഇനി ഞാൻ അടുത്തത് ഒരെണ്ണം ഒരു പുട്ടിന്റെ കണയിൽ തന്നെ വെക്കുക. വലുത് ചെട്ടപ്പുട്ട് നമുക്ക് ഓരോന്ന് അല്ലേ, അതുപോലെ ചെട്ടപ്പുട്ട് നമുക്ക് അവിടെ പ്ലേറ്റിലേക്ക് മറിക്കാട്ടോ. മറിക്കാം. വന്ന് വീണുള്ളൂ. ആവിയോട് കൂടി ഞാൻ മാറ്റിയോളൂ. ആവി പൊങ്ങണുണ്ടോ? അത് അപ്പയ്ക്ക് കണയില ഞാൻ ചുട്ടതാ. നമുക്ക് ചേട്ടപ്പുട്ട് ആവി പൊങ്ങണുണ്ടോ? ഈ കറിയൊക്കെ എടുത്ത് വെക്കട്ടെ കേട്ടോ. ഇങ്ങനെ നമ്മുടെ പുട്ട് റെഡിയായി. ചെറിയ ചൂടുണ്ട് കേട്ടോ. ആവി വറക്കണ്, ചെറിയ ചൂടുണ്ട്. കമത്തട്ടെ? ആവി ഉണ്ട്. ശരിയാ, കമത്തിക്കോളൂ. കഴിക്കാൻ ധൃതിയായി. സൂപ്പർ പുട്ട്. ചെറിയ ചൂടുണ്ട്, ആവിയുണ്ട്. അയ്യോ, ക്യാമറ മാറ്റിക്കോ. ആവി ക്യാമറ വരുന്നുണ്ട്, കാണാലോ അല്ലേ? പുട്ടാണ്, കിടിലൻ പുട്ട്. കിടിലൻ കടലക്കറി. എവിടെ വെക്കണം? കലക്കി. എവിടെയാണോ? അല്ല, സൈഡിൽ വെച്ചോ. അവിടെ തന്നെ വെച്ചോ. അവിടെ വെക്കാൻ പറ്റണില്ലല്ലോ. പുട്ട് അങ്ങനെ ഇരിക്കുന്ന. ഇവിടെ വെച്ചോ.
അങ്ങനെ ഇനി നമുക്ക് വേറൊരു കിടിലനുണ്ട്, അതും കൊണ്ടുവരാം. ഇങ്ങനെ നമ്മുടെ കിടിലൻ അരിപ്പൊടി കൊണ്ടുള്ള പുട്ട്, നമ്മുടെ കിടു കടലക്കറി, ഗ്രേവിയോടുകൂടിയ കടലക്കറി, നമ്മുടെ വേറൊരു കിടു പപ്പടം മുറിച്ച് കാച്ചിയത്. ഓൾ സെറ്റ് ഫോർ ഡിന്നർ റെഡി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? ചോദിക്കും അമ്മ. വീഡിയോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും, എനിക്കിത് അറിയാം. ഇത് കണ്ടു കഴിയുമ്പോ എല്ലാവരും ലൈക്ക് ചെയ്യൂന്നറിയാം. അതുപോലെ മറന്നു പോകാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വേറെ ഒരു അടുത്ത നല്ലൊരു ഡിഷുമായിട്ട് ഞങ്ങള് പ്രത്യക്ഷപ്പെടാം. അതെ. ഇനിയിപ്പോ ഇത് തൽക്കാലം ഞങ്ങൾ പോയി കഴിക്കട്ടെ. നിങ്ങളെ കൊതി പിടിപ്പിക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ ആർക്കും കൊതി വരും അല്ലേ? നമ്മള് കിച്ചണിൽ നിന്നുണ്ടാക്കി കിച്ചണിൽ തന്നെ നിന്നാ പടം എടുക്കാം. അപ്പൊ ഒരു വെറൈറ്റി. ഞങ്ങള് ചൂടോടുകൂടി ഇത് കഴിക്കും. അപ്പൊ നിങ്ങളും ഇത് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയൂട്ടാ. പിന്നെ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.